15 TDI സിംഗിൾ ഓണർ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള വണ്ടി 1900 രൂപയുടെ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണിന് ചെയ്യാം. നല്ല അടിപൊളി വാഹനമാണ്. 12,000 കിലോമീറ്റർ ഓടിയ മാനുവൽ 2023 5.5 ലക്ഷത്തിന് ഒരു SUV അങ്ങനെ വേണം പറയാം. 5 ലക്ഷം രൂപക്ക് നല്ലൊരു കിഡ്ല SUV നല്ല പക്ക നീറ്റ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി ഫുൾ ഓണിന് കിട്ടും. നമ്മൾ 12,000 എന്ന് പറഞ്ഞ ഫൈനൽ റേറ്റ് അല്ല, മാക്സിമം റേറ്റ് കുറച്ച് തരും. 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് വാഹനം ഇറക്കാവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെയിൻലി നമുക്ക് ലോ കിലോമീറ്റർ ഓടിയ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കുണ്ട്. നിസാനിലെ മാഗ്നറ്റ്, സിറ്റിയുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്, സ്വിഫ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് മൈക്ര, നെക്സോൺ ഓട്ടോമാറ്റിക്, അതും ഡീസൽ ഓട്ടോമാറ്റിക്. നമുക്ക് ഓട്ടോമാറ്റിക് സിറ്റി വരുന്നുണ്ട്, സെൽട്ടോസ്, വെർണ. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ചെറിയ സെഗ്മെന്റിൽ വാഹനം നോക്കുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് സോണറ്റ്, അതേപോലെ എല്ലാ റേഞ്ചിലുള്ള ഏത് വാഹനങ്ങളും ഒക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ കാർ ട്രാക്കിലാണ് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെ ഉള്ളത് മുഫീദ് ഖാൻ ആണ്. മുഫീദ് ഖാൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് ലാസ്റ്റ് മന്ത് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇത്തവണ നമുക്ക് വിഷുവിന് ഈസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യെസ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് അത്തരം വാഹനങ്ങൾ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് മിക്കപ്പോഴും നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ വരുന്നൊരു കസ്റ്റമേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അഷുറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മളിവിടെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അഫക്റ്റഡ്, ടോട്ടൽ ലോസ് വാഹനമൊന്നും ചെയ്യുന്നില്ല. പിന്നെ ക്വാളിറ്റി വണ്ടികളാണ്, ജെന്യുവൻ കിലോമീറ്റേഴ്സ് ആയിരിക്കും. പിന്നെ വണ്ടി നമ്മൾ ഗ്യാരണ്ടിയാണ്. യെസ്. പിന്നെ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്ക വാഹനങ്ങളും മോഡൽ കൂടിയ വാഹനങ്ങളാണ്. സോ നമുക്ക് എന്തില്ല അത്രയും പിന്നെ ചെക്കിങ്സ് വാറണ്ടി ഉള്ളതുണ്ട്, കമ്പനി വാറണ്ടീസ് കഴിഞ്ഞ വാഹനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ചെറിയ സെഗ്മെന്റ്, മിഡ് റേഞ്ച് വാഹനങ്ങൾ പക്ക ഹൈലി നമുക്ക് ഒരു 20 ലക്ഷം വരെയുള്ള വാഹനങ്ങളാണ് നമുക്ക് മെയിലായിട്ട് വരുന്നത്. 15 lakhs താഴെയുള്ള വാഹനങ്ങളാണ് നമുക്ക് മെയിലിൽ വരുന്നത്. കറക്റ്റ് കാർ ട്രാക്കിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മിനി ബൈപ്പാസ് മാങ്കാവ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. മറ്റു ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയുടെ ഇടയിൽ പറയാം. ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് ആണ്, അതും ഓട്ടോമാറ്റിക് വേരിയന്റ്, നല്ല പൊളി കളറിൽ വരുന്ന ഒരു ഗ്രാൻഡ് ഐറ്റം നിയോസ് ഓട്ടോമാറ്റിക് 2021 വണ്ടി അല്ലേ? കിലോമീറ്റർ 39,000 സിംഗിൾ ഓണർ ആണ് വരുന്നത്. സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ഓപ്ഷൻ ആണ് വരിക, അതായത് അലോയ് വീൽസ് വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ, AC വെന്റ് വരുന്നുണ്ട്, പാർസൽ ട്രേ, പിന്നെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, നല്ല കളറാണ്. 4 പുതിയ ടയർ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഫുൾ അവൈലബിൾ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി, ചെറിയ കിലോമീറ്റർ. മൈലേജ് നമുക്ക് എത്രയൊക്കെ നമുക്ക് ഇതിന് മൈലേജ് ഒരു 15-14 റേഞ്ചിൽ കിട്ടും, എന്തായാലും കിട്ടും. സോ പൊതുവെ നമുക്ക് അത്യാവശ്യം ഇറങ്ങിയ ഒരു മോഡലാണ്, കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന ഒരു വാഹനമാണ് അല്ലെ? നമുക്ക് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 630. നമുക്ക് ലോണൊക്കെ ആവശ്യമുള്ളൊക്കെ ഏകദേശം എത്രയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 575 വരെ ലോൺ ചെയ്യാം. 70,000 ആദ്യം കണ്ടാൽ മതി. ഉണ്ടെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ചെയ്യാം. ഇനി നല്ലൊരു കിട്ടുന്ന സെഡാനിലോട്ടാണ് പോകുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കില് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്ക് മാക്സിമം ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാതില്ല. ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ നോക്കുന്നത് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവ് എന്ന് പറയാം. അപ്പം ഡീസൽ ഓട്ടോമാറ്റിക് നല്ല ഫീച്ചേഴ്സ് വരുന്ന ഹുണ്ടായുടെ വെർണ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 കിലോമീറ്റർ കാര്യങ്ങൾ 84,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് വെർണ. അലോയ് വീൽസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഫുൾ ഓപ്ഷനിൽ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, റിയറില് ക്യാമറ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നല്ല ഫീച്ചറിലോടായിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ് അല്ലെ? ഒരു 18-20 മൈലേജ് പ്രതീക്ഷിച്ചു. നല്ല മൈലേജ് കിട്ടും, നല്ല പെർഫോമൻസ്, നല്ല കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8,90,000 ആണ്. 890. നല്ലൊരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് ഒരു ഡീസൽ വാഹനം ഏകദേശം നമുക്കൊരു 10-15 ലക്ഷം വന്നിരുന്ന വാഹനമല്ല, 13-14 ലക്ഷത്തിനടുത്ത് അടുത്ത് വന്നിരുന്ന വരുന്നുണ്ടല്ലേ? അതും സിംഗിൾ ഓണറും ആണ്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര? ലോൺ നമുക്ക് 8 lakhs വരെ ചെയ്യാം. 90,000 കണ്ടാൽ മതി. 890 ലാസ്റ്റ് റേറ്റ് അല്ല, ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ ഒരു ഫുൾ ബ്ലാക്ക് നല്ലൊരു കിടിലം സെൽട്ടോസ് വരുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് എഡിഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സെൽട്ടോസ് ഒക്കെ നമ്മൾ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2021 സെക്കൻഡ് ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ, ഡീസൽ മാനുവൽ HTX എന്ന് പറഞ്ഞ വേരിയന്റ്. ഇതിലൊരു ഇതെല്ലാ ഫീച്ചേഴ്സും വരും, ഇൻക്ലൂഡിംഗ് സൺറൂഫ് വരെ വരുന്ന വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് നമുക്ക് ഡീസൽ മാനുവല്, നല്ല മൈലേജും ഉണ്ടാവും. ലോങ്ങിൽ നമുക്ക് 20-ന് മുകളിൽ 22 പ്രതീക്ഷിക്കാം. മൈലേജ് അത്യാവശ്യം നല്ല വേരിയന്റ് ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് 12.5. 12.5 അല്ല, ഏകദേശം 12 വരെ ഫൈനാൻസ് കിട്ടും. ഒരു 50 രൂപ വണ്ടി ഇറക്കാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ, നല്ല ട്രാക്കിന്റെ ഫുൾ ഓണിന് കിട്ടും. നമ്മൾ 12.5 എന്ന് പറഞ്ഞ ഫൈനൽ റേറ്റ് അല്ല, മാക്സിമം റേറ്റ് കുറച്ച് തരും. ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. ഇതൊരു കിഡ്ലൻ നെക്സോൺ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. സോ നമുക്ക് കംഫർട്ടും മൈലേജും നല്ല സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ്. അത്യാവശ്യം മൈലേജും കിട്ടൂല, ഒരു 20 കിട്ടൂല നമുക്ക്. നല്ല മൈലേജ് ഉണ്ട്. ഇത് 2020 ആണ്. എക്സെറ്റ് എ പ്ലസ്, അതായത് 2020 ഫേസ് ലിഫ്റ്റ് വന്നതിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. വെറും 71,000 കിലോമീറ്റർ, ഡീസൽ ഓട്ടോമാറ്റിക്, 2020 മോഡൽ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1,90,000 ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു 50,000 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് കൊണ്ടുവരുന്നത്. സെഡാനിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി. അതിന്റെ 4th ജനറേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017, അതായത് ZX എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ്, ഏറ്റവും ടോപ്പിന്റെ സിംഗിൾ ഓണർ, വെറും 44,000 കിലോമീറ്റർ ഓടി, പെട്രോൾ ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് അടക്കം ക്രൂസ് കൺട്രോൾ. ഇതിന്റെ ടോപ്പിൽ ഇനി വണ്ടിയില്ല. ഓക്കെ, അത്രയും ഫീച്ചറിലോഡ് ആയിട്ടുള്ള വാഹനം. അതും നമുക്ക് ലോ കിലോമീറ്റർ ഉള്ള വാഹനം. നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹനം അല്ല? ഗ്യാരണ്ടി പറയാലോ വണ്ടി? ഗ്യാരണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓണർ. 44,000 രൂപ. 2017 ലോ കിലോമീറ്റർ ഓടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം. 890 വരെ വേണം ഫൈനാൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല ട്രാക്കിന്റെ 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് വാഹനം ഇറക്കാവുന്നതാണ്. ഇത് നമുക്കൊരു ജനപ്രിയ മോഡലാണ്. നമ്മുടെ സ്വന്തം സ്വിഫ്റ്റ് ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഒരു കളറാണ്. പിന്നെ ഇതിൽ സെപ്പറേറ്റ് അലോയ്സ് ഒക്കെ ഇട്ടിക്കണ്. പ്രൊഫൈൽ അടിപൊളി ലോ പ്രൊഫൈൽ ടയേഴ്സ് ഒക്കെ ഇട്ട്. 2016 VXi. 2016 ആകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന പെട്രോൾ വേരിയന്റ്. സെക്കൻഡ് ഓണർ ആണ്. 81,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി പറയണ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 81,000. ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ല? അവൈലബിൾ. ഓൺഷിപ്പ് സിംഗിൾ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് ചോദിക്കുന്ന വില 5,10,000. 5-10 അല്ല? നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഒരു 4-4.5 വരെ ഫൈനാൻസ് കിട്ടും. 4-4.5 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാം. പിന്നെ ഒരു CVT ഓട്ടോമാറ്റിക് 2017 മൈക്ര സിംഗിൾ ഓണറാ വരുന്നത്. വെറും ഇത് ഏകദേശം 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 ഏറ്റവും ടോപ്പ് വേരിയന്റ് XV പെട്രോൾ ഓട്ടോമാറ്റിക്. പുഷ്പയുടെ സ്റ്റാർട്ടിംഗ് അടക്കം വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ, കോഴിക്കോട് വണ്ടി. 4,60,000 ആണ് ചോദിക്കുന്നത്. 4,60,000 ബ്ലാക്ക് ആയിട്ടുണ്ട്, പക്ഷേ ഒരു ഡാർക്ക് വയലറ്റ് പോലത്തെ കളറാണ്. ഇത് ഏകദേശം നമുക്ക് 4 ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാം. ഓട്ടോമാറ്റിക് ചെറിയ വാഹനൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ വാഹനം, നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. CVT ആണ് വരാം. ഈ ബഡ്ജറ്റിൽ CVT വണ്ടി കിട്ടാന്ന് പറയുന്നത് ബെസ്റ്റ്. അത് വീണ്ടും നമ്മളൊരു സ്വിഫ്റ്റ് ആണ്. ഇത് ഡീസൽ ആണെന്ന് പെട്രോൾ ആണ് വരുന്നത്? ഇത് ഡീസൽ 2010. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇത് വേറെ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദിക്കുന്ന നമ്മളിതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,10,000. 2015 TDI സിംഗിൾ ഓണർ, 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള വണ്ടി. സോണറ്റ് ആണ്. നമുക്കൊരു സബോമീറ്റർ SUV നോക്കുന്നത് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് അല്ലേ? സോ നല്ല മൈലേജ്. HTX ഡീസൽ ഓട്ടോമാറ്റിക്, സൺറൂഫ് ഓണർ, 40,000 കിലോമീറ്റർ. ഓക്കെ, ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. ക്രൂസ് കൺട്രോൾ, അതേപോലെ തന്നെ അതിന് ക്രൂസ് കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്വാളിറ്റി, അതേപോലെ തന്നെ നല്ല മൈലേജ് കാര്യങ്ങൾ, സൺറൂഫ് അടക്കം വരുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് 12,90 ചോദിക്കുന്നത്. ഒരു 12 ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാം. 1,900 രൂപയുടെ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? നമുക്ക് US ബ്രാൻഡിലെ ജീപ്പ് കോമ്പസ്. ഏതായിരുന്നു ഓപ്ഷൻ? 2018 സിംഗിൾ ഓണർ, 54,000, 54,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ ഏറ്റവും ഫുൾ ഓട് അല്ലേ? ഇത് 10,90,000 വില. 10,90 ഏകദേശം 20 ലാക്സിന്റെ മേലെ വരുന്ന വണ്ടിയാ. ലിമിറ്റഡ് ആണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. മാനുവൽ, ഡീസൽ അല്ല വണ്ടി? ഡീസൽ മാനുവൽ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണിന് ചെയ്യാം. നല്ല അടിപൊളി വാഹനമാണ്. നമുക്ക് വീണ്ടും സ്വിഫ്റ്റ് ആണ്. ZXi പ്ലസ് 2022. അത് ടോപ്പ് വേരിയന്റ് മാനുവൽ. ഓക്കെ, സിംഗിൾ ഓണർ, 35,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. 7,00,000 രൂപ അല്ലെ? നല്ല പൊളി കളറാണ്. ഡുവൽ ടൂണ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ അല്ല? നമുക്ക് ലോൺ ഒക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു
ഒരു 7 ലക്ഷം വരെ ചെയ്യാം. 7 ലക്ഷം വരെ ലോൺ ചെയ്യാം. നിയോസിന് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ശേഷം വീണ്ടും 12,000 കിലോമീറ്ററോടെ മാനുവൽ 2023 വണ്ടി 2023 12,000 സിംഗിൾ ഓണറാ വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കും? 625. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു മാക്സിമം ചെയ്യാം, അതായത് ഒരു 6 ലക്ഷം വരെ ചെയ്യാം. 25 രൂപ വണ്ടി ഇറക്കാം. ന്യൂ മോഡൽ മാക്സിമം കുറച്ച്. ഓക്കെ. പിന്നെ നമുക്കൊരു വാഗ്നർ ന്യൂ മോഡൽ. ഇത് 2022. ഇത് മാനുവൽ ആണ് വരുന്നത്. 2022 സെക്കൻഡ് ഓണർ 40,000 കിലോമീറ്റർ. VXI എന്ന് പറഞ്ഞ പേരിന്റെ അലോയ്സ് ഒക്കെ വരുന്നത്. ഇത് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് 5,75,000. 5,75,000. ലോൺ ഏകദേശം നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 5 ലക്ഷം വരെ ചെയ്യാൻ പറ്റൂല. ഫോർഡ് എക്കോസ്പോർട്ട് സിൽവർ ഫിനിഷിംഗ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 ടൈറ്റാനിയം പെട്രോൾ മാനുവൽ. ഓക്കെ. സിംഗിൾ ഓണർ ആണ് വരുന്നത്. 74,000 കിലോമീറ്റർ. 5.5 ലക്ഷത്തിന് ഒരു SUV, അങ്ങനെ വേണം പറയാം. 5 ലക്ഷം രൂപക്ക് നല്ലൊരു കിഡ്ല SUV. 2017 പെട്രോൾ ടൈറ്റാനിയം. ഓക്കെ. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ 5 ലക്ഷം വരെ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാലോ. ഇത് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കിഡ്ലം വാഹനമാണ് പോളോ ഐലൈൻ പ്ലസ് പെട്രോൾ. 2018 സെക്കൻഡ് ഓണർ 80,000 കിലോമീറ്റർ. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് 6,30,000. 6,30,000 ഹൈലൈൻ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് മാനുവൽ പെട്രോൾ മാനുവലില് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ, നമ്മളെല്ലാ വണ്ടികളും നല്ല പക്ക നീറ്റ്, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ നമുക്ക് ഒരു 5.5 വരെ ചെയ്യാം. 5.5 വരെ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ. ഓക്കെ. അടുത്ത നമ്മൾ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്കല് നല്ല ക്വാളിറ്റി ഉള്ള, അത് KL 11 രജിസ്ട്രേഷനിൽ വരുന്ന ഓണർ വണ്ടി, ഒരു സിംഗിൾ ഓണറിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്. 2018 സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 81,000 കിലോമീറ്റർ. ഓക്കെ. പരിക്കുകളൊന്നുമില്ല വണ്ടി. ചോദിക്കുന്ന പ്രൈസ് 6,90,000. 6,90,000. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? നമുക്കൊരു 6 ലക്ഷം വരെ ലോൺ ചെയ്യാം. വീണ്ടും നമുക്കൊരു നെക്സോൺ. നേരത്തെ ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് 2020 XMA എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. അല്ല, സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് കളറാണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് 6,90,000. 6,90,000 ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. SUV ആണ്, കോമ്പാക്ട് SUV ആണ്. വലിയ ടയറൊക്കെ ഉള്ള വണ്ടി വാങ്ങാം. ഓക്കെ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ എത്ര? 6 ലക്ഷം വരെ ചെയ്യാൻ പറ്റും. 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനം. നിസാൻ മാഗ്നറ്റ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 പെട്രോൾ മാനുവൽ, അലോയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 5.5 ലക്ഷം. 5 ലക്ഷം രൂപ പെട്രോൾ മാനുവൽ. ഓക്കെ. ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ലക്ഷം വരെ ഫൈനാൻസ് കിട്ടും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. ഇതില് അലോയ്സും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അലോയ് വീല്, റിവേഴ്സ് വൈപ്പർ, അങ്ങനെ എല്ലാ സംഭവം വരുന്നുണ്ട്. 5 ലക്ഷം രൂപ ഫുൾ ഓൺ ചെയ്യാം. സെലറി നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ്. ആ റിയറിൽ വൈപ്പർ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 ZXi മാനുവൽ, 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. 5,30,000. 5,30,000 തന്നെ ലോൺ ഇട്ടുതരാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റൂല. ഇതൊരു ഗ്രാൻഡ് ഐറ്റം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2017. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. 2017-18 സ്പോർട്സ്, സിംഗിൾ ഓണർ 77,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നില്ല. 4,30,000 രൂപ. ഏകദേശം 4 ലക്ഷം ഫൈനാൻസ് ഇടാം. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ടാറ്റ ടിയാഗോ, ചെറിയ സെഗ്മെന്റിൽ അത്യാവശ്യം മൈലേജ് നല്ല സേഫ്റ്റി ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. ഇങ്ങനെയൊന്നും ഡീറ്റെയിൽസ്? 2019 XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ, 97,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? 3,85. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 3,85 ലോൺ ചെയ്യാം. 3,85 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2020-21 മാഗ്ന കോർപ്പറേറ്റ് എഡിഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർ, 66,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ. എത്ര ചോദിക്കും? 4,90. ഫുൾ ഓൺ ചെയ്യാം. 4,70, 4,90 വരെ ലോൺ കിട്ടും. റേറ്റ് ഒക്കെ മാക്സിമം കുറച്ചാൽ. ചെറിയൊരു പൈസ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് 3,60,000 രൂപ. വെറും 3,60,000. 2016 കാറ്ററിൻ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓടിയത് 76,000 കിലോമീറ്റർ, ഫുൾ സർവീസ് കമ്പനിയാണ്. ഫ്രണ്ട്സ്, നമ്മളിന്ന് കാർട്രാക്കിലായിരുന്നു. അപ്പോൾ മാക്സിമം നല്ല കിടിലം വാഹനങ്ങൾ, ചെറിയ കിലോമീറ്ററും വാറണ്ടി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ലൊക്കേഷൻ മീഞ്ചന്ത ബൈപ്പാസിലാണ്. നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ.